വേണുഗോപാൽ, താങ്കളുടെ നിരീക്ഷണം എങ്ങനെയാണ്? ഇപ്പോൾ ഈ ബ്രസീലിയൻ മോഡലിന്റെ പടമൊക്കെ മറ്റൊരാളുടെ പേരിന് നേരെ വരിക എന്ന് പറഞ്ഞാൽ അതൊരു ക്ലറിക്കൽ എറർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. അത് ഒരിടത്തല്ല, പലയിടത്ത്. അതെ, തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ ഗുരുതരമാണ്. പക്ഷേ ഈ പ്രശ്നം ഗുരുതരമായത് 60 വർഷം കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഉണ്ടായിരുന്ന ഗുരുതരാവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഡിജിറ്റൽ സംവിധാനങ്ങളുണ്ട്. പണ്ട് ചുമ്മാതെ പ്രിന്റ് ചെയ്ത് ഇങ്ങനെ നൽകുമ്പോൾ സംവിധാനങ്ങൾ കുറവായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇപ്പോഴും ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പ്രിന്റ് ഔട്ട് എടുത്താണ് നൽകുന്നത്. അതെ, അപ്പോൾ അതും ഇലക്ഷൻ കമ്മീഷനെ ഒളിക്കാനുള്ള ഇതുകൊണ്ടല്ലേ എന്നുള്ള ചോദ്യം അല്ല. ഇപ്പോഴും ഡിസ്ട്രിക്ട് ലെവലിൽ നമുക്ക് ഡിജിറ്റൽ സാധനം അവൈലബിൾ ആണ്. അത് ഡിസ്ട്രിക്ട് ലെവലിലേ കിട്ടുള്ളൂ, നാഷണൽ ലെവലിൽ കിട്ടില്ല എന്നുള്ളതാണ്. ഡിസ്ട്രിക്ട് ലെവലിൽ നമുക്ക് ആവശ്യപ്പെട്ടാൽ ഡിസ്ട്രിക്ട് ലെവലിൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. എനിക്ക് 1-2 കാര്യങ്ങളൊന്ന് പറയാനുണ്ട്, മഞ്ജുഷ ഒന്ന് അനുവദിക്കണം. അതായത് ഇന്ത്യൻ ജനാധിപത്യത്തെ സാരമായ തകരാറിലാക്കിയിരിക്കുന്നു, ബാധിച്ചിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി മുതൽ ഇവിടെ നമ്മുടെ ചർച്ച നടത്തുന്നവർ വരെ പറഞ്ഞു വയ്ക്കുന്ന കാര്യം. ഈ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും പരമപ്രധാനം വോട്ടേഴ്സ് ലിസ്റ്റാണെന്നും പറയുന്നു. സംഗതി ശരിയാണ്, വോട്ടർ എന്നുള്ള നിലയിൽ അത് സത്യമാണ്. പക്ഷേ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. 650ഓളം ജീവനക്കാരുള്ള ഇലക്ഷൻ കമ്മീഷൻ അതാത് സ്റ്റേറ്റിലെ ജീവനക്കാർക്കാണ് ഈ ഉത്തരവാദിത്തം കൊടുക്കുന്നത്. അവർ ഓരോ സ്ഥലത്തും BLOയും വയ്ക്കും, BLAമാരോടത്തും പറയും ഇത് പ്രിപ്പയർ ചെയ്യാൻ. നിങ്ങൾ ഇവിടുത്തെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് തന്നെ ചോദിച്ചു നോക്കുക, നിങ്ങളുടെ വോട്ട് നിങ്ങളാണോ വോട്ടർ പട്ടികയിലാക്കിയത് അതോ അവിടുത്തെ രാഷ്ട്രീയക്കാരനാണോ? തീർച്ചയായിട്ടും അവിടുത്തെ രാഷ്ട്രീയക്കാരനാണ്. വളരെ ഒരു 5-10% ആൾക്കാരായിരിക്കും അല്ലാതെ നേരെ കളക്ടറേറ്റിൽ പോയി പേരും കൊടുത്ത് ഫോം ഫില്ല് ചെയ്ത് ചെയ്യുന്നത്. ഇത് ഇന്ത്യയിൽ മൊത്തത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് എനിക്കിതിനകത്ത് ഉത്തരവാദിത്വമില്ല, എനിക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് കറക്റ്റായിട്ട് കിട്ടണം, ഞാൻ ഇലക്ഷൻ നടത്തുന്നതിന് ഫൈറ്റ് ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല. ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ പ്രധാന പങ്ക് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ്, അവരുടെ ബൂത്ത് ഏജൻറ്റിനാണ്. BLOയുടെ അതേ ഉത്തരവാദിത്തമാണ് BLAയ്ക്കും. കാരണം അവർ ചെക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെക്ക് ചെയ്യുന്നത്? 100 കോടിയാണ്. 150 കോടി ഉള്ളതിൽ 100 കോടി വോട്ടുണ്ട്, 100 കോടിയിൽ അധികമുണ്ട്. ഈ 100 കോടി വോട്ട് 650 പേര് അവിടെ ചെക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് തമിഴ്നാട്ടിലുള്ളത് പിന്നെ അവിടെ പരാതിയില്ല, കേരളത്തിലുള്ളതിന് പരാതിയില്ല, പശ്ചിമ ബംഗാളിലുള്ളതിന് പരാതിയില്ല, കേരളത്തിലുള്ളതിന് കോൺഗ്രസിന് പരാതിയുണ്ട്. രാഹുൽ അത് ഉന്നയിക്കില്ല. രാഹുൽ തമിഴ്നാട്ടിലും കോൺഗ്രസ് അല്ല, കേരളത്തിൽ പക്ഷേ കേരളത്തിലെ നേതാക്കൾ ഉന്നയിക്കും. അങ്ങനെയാണല്ലോ ആറ്റിങ്ങലിലെ. ഇതാണ് അതിൻ്റെ പ്രശ്നം. അതായത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായ സ്ഥലത്ത് വെച്ച് കീച്ചും, അല്ലാത്തടത്ത് ഇതില്ല. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇപ്പോൾ ഹരിയാനയിലാണ് ഭയങ്കര പ്രശ്നം പറയുന്നത്. ഇതെന്നായിരുന്നു പറയേണ്ടത്? ഇത് സംഭവം നടന്നത് 14 മാസം മുമ്പാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത്. ഈ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇലക്ഷനും നടന്ന് തോറ്റും കഴിഞ്ഞ് ഇത്രയും കഴിഞ്ഞപ്പോഴാണ് എനിക്ക് 22,000 വോട്ടിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിലാക്കുന്നത്. ഈ 22,000 വോട്ടിൻ്റെ കുറവ് വന്നത് എന്തുകൊണ്ടാണ്? ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിയെ കൂട്ടാൻ പറ്റാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ജയിക്കുമായിരുന്നു. പക്ഷേ അവരെ കൂട്ടാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നതെന്ന് അന്ന് ഇലക്ഷൻ നടന്നപ്പോൾ എല്ലാവരും സംസാരിച്ചതും അനലൈസ് ചെയ്തതുമായ കാര്യമാണ്. ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രശ്നം മാത്രം എടുത്ത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഇന്ത്യൻ ജനാധിപത്യം തകർന്നു, ഇന്ത്യയുടെ ഭരണഘടന തകർന്നു, അംബേദ്കർജി പ്രിപ്പയർ ചെയ്ത ഭരണഘടന തകർന്നു പോയി എന്നൊക്കെ പറയുമ്പം ഇത് ഇന്ത്യയെ നാറ്റിക്കുന്ന ഏർപ്പാടാണ്. ഞാനൊരു കാര്യം പറയാം. ഇന്ത്യൻ ജനാധിപത്യം തകരാതിരിക്കാൻ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന TN ശേഷൻ പറഞ്ഞ ആദ്യത്തെ കാര്യം എന്തറിയാമോ? രാഷ്ട്രീയ പാർട്ടികൾ ഉൾപാർട്ടി ജനാധിപത്യം ഉള്ളവരായിരിക്കണം. ഞാൻ നോക്കിയിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കേണ്ട ആള് ഒന്ന് മല്ലികാർജ്ജുന ഖാർഗെയും രണ്ടാമത്തത് ശശി തരൂരുമാണ്. അവർ രണ്ടുപേര് ഉൾപാർട്ടി ജനാധിപത്യ പ്രകാരം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരായിട്ടുള്ളവരുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഒന്നുകിൽ അച്ഛൻ വെച്ചവർ, അല്ലെങ്കിൽ അമ്മ വെച്ചവർ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടെ കൂടിയിരുന്ന് സ്ഥാനം കൊടുത്തവരാണ്. രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. അല്ല, അതിൽ പറയുമ്പോൾ ഇത് ആദ്യം പാലിക്കണം. ഇത് പാലിക്കാതെ നിങ്ങൾ മറ്റു കാര്യങ്ങൾ പറയുന്നത് എൻ്റെ പാർട്ടിയെ നന്നാക്കണം. ഇപ്പൊ ഞാൻ പറയാം, ഹരിയാനയിൽ ഈ അല്ല, ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. അത് ഈ വിഷയമല്ല കേട്ടോ ശ്രീ വേണുഗോപാൽ. അല്ല, ഈ വിഷയമല്ല. പക്ഷേ ജനാധിപത്യം തകർന്നു എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൽ ഒരു സാധനമായിട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ ഒക്കില്ല. ജനാധിപത്യത്തിൽ ഏറ്റവും അടിസ്ഥാനം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്. സംസ്ഥാനങ്ങളിലും അതാത് പാർട്ടികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. വോട്ടർ പട്ടിക പരിഷ്കരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഹരിയാനയിൽ അവിടെ വോട്ടർ പട്ടികയിൽ ഇങ്ങനെ ആളുകളെ ചേർക്കുന്നതിൽ കൂടുതലായിട്ടും സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് BJPക്കാണ്. ഭരിക്കുന്ന പാർട്ടിക്ക് സ്വാധീനം ചെലുത്താൻ അവിടെ
അവിടെ വിഷയത്തെ കുറിച്ചൊന്നും സംസാരിക്കാനില്ലെന്ന് തോന്നുന്നു. അല്ല എന്താ അല്ല ഈ വിഷയത്തെ കുറിച്ചൊന്നും സംസാരിക്കാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ജനാധിപത്യം തകർന്നു എന്ന് പറയുമ്പോൾ ഈ കാര്യം പറയണ്ടേ? ഇന്നർ പാർട്ടി ജനാധിപത്യം ഇല്ല. ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന് മാത്രമല്ല ജനാധിപത്യം. ഇന്ത്യൻ ഗവൺമെന്റിന് ജനാധിപത്യം വേണം, ഇലക്ഷൻ കമ്മീഷന് വേണം, പാർലമെന്റിന് വേണം. പാർലമെന്റിനെ ഇന്ത്യൻ ഗവൺമെന്റിനെ എല്ലാം നയിക്കുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണം. അതാണ് ഞാൻ പറഞ്ഞത്. ടി എൻ ശേഷം പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഈ നാട് നന്നാവണമെങ്കിൽ, ഇവിടെ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ആദ്യം ജനാധിപത്യം വേണ്ടത് അതാത് രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. ഇന്നർ പൊളിറ്റിക്സ് വേണം, ഇന്നർ ഡെമോക്രസി വേണം. അത് ഞാൻ സൂചിപ്പിക്കുന്നേ ഉള്ള ഒരു ഉദാഹരണമായിട്ട്, അല്ലാതെ ഇതല്ല മെയിൻ പോയിന്റ്. മെയിൻ പോയിന്റ് ഞാൻ പറയുന്നത് 90 സീറ്റുള്ള ഹരിയാനയിൽ 68% പോളിംഗേ നടന്നിട്ടുള്ളൂ. 67 സംതിങ്ങേ ഉള്ളൂ പോളിംഗ് നടന്നത്. അപ്പോൾ ബാക്കി ഏതാണ്ട് 33% അവിടെ വെളിയിൽ കിടക്കുക വോട്ട്, 32%. അതിനകത്ത് ഈ 25 ലക്ഷം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇനി അതിനകത്ത് ആരെങ്കിലും കള്ളം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിടിക്കാനുള്ള സമയം എന്ന് പറയുന്നത് നമ്മുടെ ബൂത്ത് ഏജന്റ് അവിടെ ഇരിക്കുമ്പോഴാണ്. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഇത് ഈ ഇന്ത്യയിലെ 100 കോടി വോട്ടുകൾ ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി കണക്കിലെടുക്കാൻ സുപ്രീം കോടതി കഴിയില്ല, ഇലക്ഷൻ കമ്മീഷൻ ഒരു കാര്യമുണ്ടല്ലോ, താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. എല്ലായിടങ്ങളിലും ഈ പോളിംഗ് ശതമാനം കുറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം വോട്ടർ പട്ടിക ക്ലീൻ അല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അവിടെ ഇരട്ട വോട്ടുകൾ ഒട്ടേറെ ഉണ്ടാവും, അതുകൊണ്ട് അത് പോൾ ചെയ്യാൻ സാധ്യമല്ലല്ലോ. അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെയാണ് ഈ പോളിംഗ് ശതമാനത്തിൽ ഇത്രമാത്രം കുറവുണ്ടാവും. അത് മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇന്ന് ഇവിടെ മരിച്ച ആളുടെ കണക്ക് നാളത്തെ പത്രം എടുത്ത് നോക്ക്. പത്രത്തിൽ തന്നെ ഒരു 25 പേരുടെ വരും, അല്ലാതെ വരും. ഒരു 1-2 മണ്ഡലത്തിൽ വരുന്നതാണ്. ഒരു 100 പേര് ഒരു ദിവസം മരിക്കുന്നെങ്കിൽ 10 ദിവസം ആകുമ്പോൾ 1000 പേരായില്ലേ? അപ്പോൾ ഒരു ഇലക്ഷൻ ഇന്ന് അപ്ഡേറ്റ് ചെയ്ത ലിസ്റ്റിൽ 10 ദിവസം കഴിയുമ്പോൾ 1000 പേര് മരിച്ചവരാ. അവർ വോട്ട് ചെയ്യില്ല, അത് അവിടെ കിടക്കുകയാണ്. അപ്പോൾ മരിച്ചവരുടെ വോട്ട് ചിലപ്പോൾ വേറെ ആളിൽ ചെയ്തെന്നിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യത്തിൽ ഞാനത് തർക്കിക്കുന്നില്ല. ചിലപ്പം BJP-കാരൻ ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പം അത് ഏത് പാർട്ടിക്കാരാണ് ചെയ്തതെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ കോൺഗ്രസ്സുകാരൻ തന്നെയാണോ ചെയ്തതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഇത് മുഴുവൻ അനാവശ്യമാണ്, അവിടുത്തെ ഗവൺമെന്റ് ഭരിക്കാൻ അവകാശമില്ലാത്തവരാണെന്ന് പറയരുത്. ശ്രീ റോണി കെ ബേബി, ഇവിടെ